ഹലോ മക്കളെ, ആർക്കിനെസിൽ നിന്ന് നന്ദുസാറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ സോഷ്യൽ സയൻസ് അല്ലെ സോഷ്യൽ പരീക്ഷ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. അപ്പം കുറേ പഠിക്കാനുണ്ട്. അപ്പൊ ഹിസ്റ്ററിയിലെ 7th ചാപ്റ്റർ എങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചു തീർക്കാം എന്ന് പറയാം. എന്ന് വെച്ചാൽ ഹിസ്റ്ററിയിലെ 7th ചാപ്റ്റർ നമുക്കറിയാം സ്വാതന്ത്ര്യത്തിന് ശേഷം നമുക്ക് സ്വാതന്ത്ര്യം 1947 ശേഷമുള്ള ഇന്ത്യയെ കുറിച്ചിട്ടാണ് ആ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പം അത് വളരെ സിമ്പിൾ ആയിട്ട് ആ ചാപ്റ്ററിൽ ഒരു 3 ക്വസ്റ്റ്യൻ പഠിച്ചാൽ ആ ചാപ്റ്റർ ഓൾമോസ്റ്റ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പം നിങ്ങൾ പഠിക്കാൻ തയ്യാറല്ലേ? അപ്പൊ നമ്മൾ നേരെ പ്രധാനമായിട്ട് നോട്ടിലേക്ക് പോവാണ്. അതിനകത്ത് ഒന്നാമത്തതാണ് ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ് അഥവാ നാട്ടുരാജ്യങ്ങളെ സംയോജനം. നമുക്കറിയാം നമ്മൾ ഇപ്പം പഠിക്കുന്ന ഗവൺമെന്റ് ആണെങ്കിൽ പോലും പണ്ട് നമ്മളെ ഭരിച്ചത് നാട്ടുരാജാക്കന്മാരാണ്. ഏകദേശം 565 നാട്ടുരാജ്യങ്ങളായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. ആർക്ക് ഉണ്ടായിരുന്നത്? ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. വെച്ചാൽ ബ്രിട്ടീഷ് ഇന്ത്യയില് ഏകദേശം 565 നാട്ടുരാജ്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ 565 നാട്ടുരാജ്യക്കാരോട് ഇന്ത്യയിലെ ഗവൺമെന്റ് പറഞ്ഞു, നിങ്ങൾക്ക് ഒന്നെങ്കിൽ എവിടെ പോവാം, ഇന്ത്യൻ യൂണിയനിലേക്ക് പോവാം. നിങ്ങൾക്ക് എവിടെ പോവാം? ഇന്ത്യയിലേക്ക് പോകാം. അല്ല നിങ്ങൾക്ക് എങ്ങോട്ട് പോവാം? പാകിസ്ഥാനിലേക്ക് പോവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങോട്ട് പോവാം? പാകിസ്ഥാനിലേക്ക് പോവാം. അല്ലെങ്കിൽ ടു ബി ഇൻഡിപെൻഡന്റ് സ്വതന്ത്രമായിട്ട് നിൽക്കാന്ന് പ്രധാനമായിട്ട് പറഞ്ഞു. എന്ത് പറഞ്ഞു? സ്വതന്ത്രമായിട്ട് നിൽക്കാന്ന് പറഞ്ഞു. അങ്ങനെ വരുന്ന സമയത്ത് ഇതിനൊരു ഉത്തരവാദിത്വം ഒരാൾക്ക് കൊടുക്കണ്ടേ? ഇത്രയും വലിയ രാജ്യം പ്രധാനമായിട്ട് എന്താ പറയാ ഇന്ത്യൻ യൂണിയൻ അതായത് പ്രധാന ഒരു ഇന്ത്യ രൂപീകരിക്കാൻ ഒരു ഉത്തരവാദിത്വം ഒരാൾക്ക് കൊടുക്കണ്ടേ? അങ്ങനെ ഉത്തരവാദിത്വം നമ്മൾ കൊടുത്ത ആളുടെ പേരാ മക്കളെ സർദാർ വല്ലഭായ് പട്ടേൽ. ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പൊ ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ? സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറഞ്ഞാൽ ഹോം മിനിസ്റ്റർ ആണ്. ഹോം മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ ആഭ്യന്തര മന്ത്രിയായിരുന്നു. ഓക്കെ, അദ്ദേഹത്തിന് ഒരു സഹായി ഉണ്ടായിരുന്നു. ആ സഹായി ആയിരുന്നു വി.പി. മേനോൻ. ആരാണ്? വി.പി. മേനോൻ. ആരാ വി.പി. മേനോൻ എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയി പറഞ്ഞോ, ദ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്, സംസ്ഥാന രൂപീകരണ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ട് പ്രധാനമായിട്ട് ആരുണ്ടായിരുന്നു? വി.പി. മേനോൻ. സർദാർ വല്ലഭായ് പട്ടേലിനെ ഒരു കൈത്താങ് എന്ന പോലെ അദ്ദേഹത്തെ സഹായിച്ചുകൊണ്ട് പ്രധാനമായിട്ട് ആരുണ്ടായിരുന്നു? വി.പി. മേനോൻ ഉണ്ടായിരുന്നു. ഈ സർദാർ വല്ലഭായ് പട്ടേലും വി.പി. മേനോനും കൂടി ഒരു കരാർ ഉണ്ടാക്കി മക്കളെ. ആ കരാറിന്റെ പേരാണ് ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സിസ്. എന്താ മക്കളെ? ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സിസ് അഥവാ മലയാളത്തിൽ ലയന കരാർ എന്ന് പറയും. എന്താ പറയാ? ലയന കരാർ. ഈ ലയന കരാറിൽ കുറെ രാജ്യങ്ങൾ ഒപ്പിട്ടു. കുറെ രാജ്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു 565 നാട്ടുരാജ്യങ്ങൾ ഉണ്ട് പറഞ്ഞു. ഈ 565 നാട്ടുരാജ്യങ്ങളും പ്രധാനമായി ഇതിന്റെ അകത്ത് ഒപ്പിട്ടു. പക്ഷെ ഒരു 4 ആൾക്കാർ ഇതിന്റെ അകത്ത് ഒപ്പിട്ടില്ല. ആരൊക്കെ ചോദിച്ചു? വളരെ സിമ്പിൾ ആയി പറയാം. ജുനഗഡ്, കാശ്മീർ, ട്രാവൻകൂർ ആൻഡ് ഹൈദരാബാദ്. ആരൊക്കെയാണ്? ജുനഗഡ്, കാശ്മീർ, ട്രാവൻകൂർ, ഹൈദരാബാദ്. ഇവരോട് ആദ്യം മര്യാദയ്ക്ക് പറഞ്ഞു, പീസ്ഫുൾ ടോക്ക്. മര്യാദയ്ക്ക് വന്ന് എവിടെ കയറൂ? ഇന്ത്യൻ യൂണിയനിൽ കയറൂ. പിന്നീട് നമ്മൾ എന്ത് ഉപയോഗിച്ചു പറയാം മക്കളെ? മിലിറ്ററി ആക്ഷൻ. എന്തുപയോഗിച്ചു? മിലിറ്ററി ആക്ഷൻ, സൈനിക സഹായം തേടി. അങ്ങനെ ഈ സൈനിക സഹായത്തോട് കൂടിയിട്ട് സർദാർ വല്ലഭായ് പട്ടേലിന്റെയും വി.പി. മേനോന്റെയും ഒരു ഭയങ്കരമായുള്ള അധ്വാനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇപ്പം കാണുന്ന ഒരു ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യാണ്? പതുക്കെ എത്തിച്ചേരാൻ. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. പലപ്പോഴും വൺ വേർഡ് ഒക്കെ ആയിട്ട് ഈ ഭാഗത്തുനിന്ന് ചോദ്യം വരാറുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് കാണാം ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്, സംസ്ഥാന രൂപീകരണം. നമുക്കറിയാം 1947 ശേഷം നമുക്ക് കുറെ ആൾക്കാർ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാർ പാകിസ്ഥാനിൽ നിന്ന് എവിടേക്ക് വരുന്നുണ്ട് മക്കളെ? ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാണ്ട് കേരളത്തിലുള്ള എല്ലാ മലയാളികളും കൂടിയും കൈ പിടിച്ചിട്ട് ഒരുമിച്ച് എന്താ ചെയ്തല്ല, ഒരുമിച്ച് പോകാന്ന് പറഞ്ഞ് പോയല്ല. അപ്പൊ കുറെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ക്ലാഷ് ആയിട്ടുണ്ട്. അപ്പൊ ഒരു സ്ഥലത്ത് തന്നെ നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിച്ചാൽ മതി. ഒരു സ്ഥലത്ത് തന്നെ ഞാനിപ്പോ ഒരു മലയാളത്തിൽ സംസാരിക്കുന്നു. അപ്പൊ പ്രധാനമായി സംസ്കൃതം, ഹിന്ദി, തെലുങ്ക് അങ്ങനെ കുറെ ഭാഷകളിലോടത്തില് ഞാൻ മലയാളത്തിൽ സംസാരിച്ചൊരു കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ഭരിക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടായി. അങ്ങനെ വന്ന സമയത്താണ് ഭാഷാ അടിസ്ഥാനത്തിൽ എന്ത് രൂപീകരിക്കണം? സംസ്ഥാനം രൂപീകരിക്കണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ടെസ്റ്റിൽ നമുക്ക് ഒരു 5 പോയിന്റ്. ഈ 5 പോയിന്റ് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്തുനിന്ന് എന്തായാലും ഒരു വൺ വേർഡോ ഒരു ഷോർട്ട് ടെസ്റ്റോ ഇതിനകത്ത് ചോദിക്കാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഈ 5 പോയിന്റ് മറന്നു പോകരുത്. അപ്പൊ ചോദിക്കുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് 1920 നാഗ്പൂരില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൂടി ഒരു മീറ്റിംഗ് ഉണ്ട്. നാഗ്പൂരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രധാനമായിട്ട് ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഭാഷ അടിസ്ഥാനത്തിൽ എന്ത് കൂടിയിട്ടുണ്ട്? ഒരു മീറ്റിംഗ് കൂടിയിട്ടുണ്ട്. മനസ്സിലാക്കുക. അത് സ്വാതന്ത്ര്യത്തിന് മുമ്പാണ്, 1947 മുമ്പ് എന്ന് വെച്ചാൽ 1920. ഓക്കെ, ഇനി നമ്മൾ 1947 ശേഷം എന്താ സംഭവിച്ചു നോക്കാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഭാഷ അടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഇതിപ്പോൾ വീട്ടിലിപ്പോ ഫ്രിഡ്ജും അതുപോലെ തന്നെ TV ഒക്കെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ നമ്മൾ ഒരു ദിവസം കേരളം ഇവിടുന്ന് എടുത്തിട്ട് പെട്ടെന്ന് അപ്പുറം കൊണ്ടുവെക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക, ഇതിനു വേണ്ടി കുറെ കമ്മിറ്റിയും കമ്മീഷനും ഒക്കെ രൂപീകരിക്കുന്നുണ്ട്. അതിനകത്ത് 1948
കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഭരണഘടനാ നിർമ്മാണ സമിതി ഒരു കമ്മിറ്റിയെ നിയമിക്കുന്നത്. അതാണ് ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസ് കമ്മീഷൻ. കമ്മീഷനാണ് നിയമിക്കുന്നത്, ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസ് കമ്മീഷൻ അഥവാ ഭാഷാ പ്രൊവിഷ്യ കമ്മീഷൻ. ഈ ഭാഷാ പ്രൊവിഷ്യ കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്നു SK ധർ എന്ന് പറയും. ആരാ മക്കളെ? SK ധർ. മറന്നു പോകരുത്. ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസ് കമ്മീഷൻ അഥവാ ഭാഷാ പ്രൊവിഷ്യ കമ്മീഷൻ. ഈ കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്നു SK ധർ. ഇതാണ് 1948 രൂപീകരിച്ചത്. പിന്നീട് ഈ കമ്മീഷൻ ഒന്നും കൂടി എന്താ പറയുക, കമ്മീഷൻ എപ്പോഴും റിപ്പോർട്ട് വെക്കുമല്ലോ, അതിനൊന്നും കൂടി ഒന്ന് ഉത്സാഹിച്ച് പിടിക്കാൻ വേണ്ടി 1948 തന്നെ അന്നത്തെ പ്രധാനപ്പെട്ട പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഥവാ INC, ആരാ മക്കളെ? INC പ്രധാനമായും പുതിയൊരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റിയുടെ പേരാണ് JVP കമ്മിറ്റി. JVP കമ്മിറ്റി. JVP കമ്മിറ്റിയിലെ അംഗങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അത്രയും പ്രധാനപ്പെട്ട അത്രയും ഫേമസ് ആയുള്ള ആൾക്കാരായിരുന്നു ആ കമ്മിറ്റിയിലെ ആൾക്കാർ. നോക്കാം. ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ ആൻഡ് പട്ടാഭി സീതാരാമയ്യ ഇവരായിരുന്നു പ്രധാനമായി ഈ കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട അംഗങ്ങൾ. ക്ലിയർ? ഓക്കെ, നേരെ അടുത്തതിലേക്ക് പോവാണ്. അടുത്തൊരു ഇൻസിഡന്റ് ആണ് 1952. മക്കളെ വർഷം മറന്നുപോയത് ഹിസ്റ്ററിയില്. 1952 തെലുങ്ക് സംസാരിക്കുന്നവർക്ക് ആന്ധ്രാപ്രദേശ് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞ് പോറ്റി ശ്രീ രാമല്ലൂർ എന്ത് ചെയ്തു? അദ്ദേഹം നിരാഹാര സമരം ആരംഭിച്ചു. ആരാ മക്കളെ? പോറ്റി ശ്രീ രാമല്ലൂർ അദ്ദേഹം നിരാഹാര സമരം ആരംഭിച്ചു. പക്ഷേ അദ്ദേഹത്തിന് പ്രധാനമായി പെട്ടെന്ന് അങ്ങോട്ട് കൊടുക്കാനൊന്നും സാധിച്ചില്ല. അങ്ങനെ അദ്ദേഹം 1953 എന്ത് ചെയ്തു? മരണപ്പെട്ടു. അദ്ദേഹം നിരാഹാരം കടന്ന് എന്ത് ചെയ്തു? മരണപ്പെട്ടു. പിന്നീട് അദ്ദേഹത്തിനുള്ള ബഹുമാനത്തിന്റെ ഭാഗമായി 1953 ഒക്ടോബർ 1 തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടി പ്രധാനമായി ആന്ധ്രാപ്രദേശ് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ? ഓക്കെ, 1953 അതേ വർഷം തന്നെ നോക്കിക്കോളൂ, സെൻട്രൽ ഗവൺമെന്റ് അഥവാ നമ്മുടെ കേന്ദ്ര സർക്കാർ ഒരു കമ്മീഷൻ കൂടി നിയമിക്കാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് അധികം വൺ വേർഡിനടക്കം ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ. എന്താ മക്കളെ? സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ അഥവാ സംസ്ഥാന പുനർരൂപീകരണ കമ്മീഷൻ. സംസ്ഥാന പുനർരൂപീകരണ കമ്മീഷന് പ്രധാനമായും 3 അംഗങ്ങളാണുള്ളത്. ഒന്ന് ഫസൽ അലി. ആരാ മക്കളെ? ഫസൽ അലി. രണ്ടാമത്തത് KM പണിക്കർ. 3 HN കുൻസ്രു. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് who is the chairman of സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ, സംസ്ഥാന പുനർരൂപീകരണ കമ്മീഷന്റെ ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഓപ്ഷനിലല്ല. ഇപ്പം നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ മാർക്ക് തരാണ്ടക്കാനായിട്ട് പോലും ശ്രമിക്കുക. നമ്മൾ എന്താ ശ്രമിക്കുക? മാർക്ക് മേടിച്ചെടുക്കാനാണ്. അപ്പൊ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി ഇവരെ 3 ആളെ പേരും ABC എന്ന് പറഞ്ഞു തരും. പക്ഷെ ഒരിക്കലും തെറ്റരുത്. ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഫസൽ അലിയാണ്. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷന്റെ ചെയർമാൻ ഫസൽ അലിയാണ്. അങ്ങനെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷന്റെ ബില്ല് പാർലമെന്റ് പാസ്സാക്കി. അതിന്റെ ഭാഗമായി 1956 14 സംസ്ഥാനങ്ങൾ എന്ന് വെച്ചാൽ 14 ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്, 14 ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളും 6 യൂണിയൻ ടെറിട്ടറി, 6 കേന്ദ്രഭരണ പ്രദേശങ്ങൾ രൂപീകരിച്ചു. അതാണ് 1956 നവംബർ 1 ഈ രൂപീകരണം നടക്കുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ബഹിരാകാശം അഥവാ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, അതല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതിയാണ് നമുക്ക് എന്ത് കിട്ടിയത്? സ്വാതന്ത്ര്യം കിട്ടിയത്. സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ ആദ്യ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു എത്തുന്നുണ്ട്. അപ്പൊ ജവഹർലാൽ നെഹ്റു ഭയങ്കര വലിയൊരു ആഗ്രഹം, നമ്മൾ പ്രധാനമായി ഇങ്ങനെ ഒതുങ്ങിക്കൂടിയിരിക്കരുത്, നമ്മൾ ബഹിരാകാശം എന്ന് പറയുന്ന സ്പേസിനെ കുറിച്ചിട്ടൊക്കെ കൂടുതൽ പഠനം നടത്തണം എന്ന് പ്രധാനമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം. അങ്ങനെ അദ്ദേഹം 2 പേരെ നിയമിക്കുകയാണ് മക്കളെ, മറന്നു പോണ്ട. ഒന്ന് ഹോമി ജെ ബാബ, രണ്ടാമത്തത് വിക്രം സാരാഭായ്. ആരൊക്കെ മക്കളെ? ഹോമി ജെ ബാബ ആൻഡ് വിക്രം സാരാഭായ്. ഇവരോട് പറയാണ് നിങ്ങൾ സ്പേസ് ബഹിരാകാശപരമായി നിങ്ങൾ കൂടുതൽ പഠനം നടത്തണം എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് പ്രധാനമായിട്ട് ചാർജ് കൊടുക്കുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾക്ക് ഒരു 8 പോയിന്റ് ഇതിന്റെ അകത്ത് പഠിക്കാണ്ട്, വെറും 8 പോയിന്റ് ആയിട്ട് കാര്യങ്ങൾ വളരെ ചുരുക്കി പറഞ്ഞുതരാം. അതിനകത്ത് ഒന്നാമത്തെ നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എല്ലാവരും ആലോചിച്ച് നോക്കൂ, A+ കിട്ടണം പറഞ്ഞ് ഇരുന്നൊരു കാര്യമുണ്ടോ? നമ്മൾ അതിന് എന്ത് ചെയ്യണം? ഇറങ്ങിച്ചെല്ലണം. നമുക്ക് പ്രധാനമായി പോരാടിയിട്ട് എന്ത് ചെയ്യണം? അത് വായിച്ചെടുക്കണം, അല്ലെ? അതുപോലെ തന്നെ സ്പേസ് പ്രധാനമായി സ്പേസ് എന്ന് വെച്ചാൽ ബഹിരാകാശം പ്രധാനമായിട്ട് കുറിച്ച് പഠിക്കണം പറഞ്ഞ് ഇരുന്നൊരു കാര്യമുണ്ടോ? ഇല്ല. അതിനുവേണ്ടി അവർ ഇറങ്ങിച്ചെല്ലണം. വേണ്ട മക്കളെ? അതിന് വേണ്ടിയിട്ട് അവർ തുടങ്ങിയ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകും. അതിനകത്ത് ഒന്നാമത്തത് ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അഥവാ ISRO രൂപീകരിച്ചത് 1969. മറന്നു പോരുത്,
1961 1969 എവിടെ രൂപീകരിച്ച അറിയോ? ബാംഗ്ലൂരിലാണ് രൂപീകരിച്ചത്. എവിടെ മക്കളെ രൂപീകരിച്ചത്? ബാംഗ്ലൂർ. ഒന്നാമത്തെ പോയിന്റ് കഴിഞ്ഞു. രണ്ടാമത്തെ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സതീഷ് ധവാൻ സ്പേസ് സെന്റർ. സ്വന്തം സതീശൻ ആലോചിച്ചോളൂ. സതീഷ് ധവാൻ സ്പേസ് സെന്റർ ഇതെവിടെയാ അറിയാം മക്കളെ? ശ്രീഹരിക്കോട്ട. എവിടെയാണ്? ശ്രീഹരിക്കോട്ട. മൂന്നാമത്തത് നാഷണൽ റിമോട്ട് സെൻസിങ് സെന്റർ. മൂന്നാമത്തെ എന്താണ്? നാഷണൽ റിമോട്ട് സെൻസിങ് സെന്റർ എവിടെ രൂപീകരിച്ചറിയോ? ഹൈദരാബാദിലാണ് രൂപീകരിച്ചത്. ഹായ് സതീശൻ ഒരു ആയി ആലോചിച്ചാൽ മതി. അടുത്തത് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ. നമ്മളെ കേരളത്തിൽ അഭിമാനം മാനിക്കൊണ്ട് എവിടെ രൂപീകരിച്ചു? തിരുവനന്തപുരത്ത് തന്നെ രൂപീകരിച്ചു. മറന്നു പോകരുത്. ഈ ഒരു ചെറിയ പാരഗ്രാഫിൽ 4 പോയിന്റ് കിടക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ തൊട്ട് താഴത്തെ പോകുന്ന സമയത്ത് ശ്രദ്ധിച്ചോളൂ. ഈ 4 പോയിന്റ് ഇവിടെ കൃത്യം. ഇത് പഠിക്കാതെ പോകരുത്. ഒരു കാരണവശാലും പരീക്ഷ പോകുമ്പോൾ ഇത് പഠിക്കാതെ പോകരുത്. ഒന്ന് ശ്രദ്ധിച്ചോളൂ. നോക്കിക്കോ, ആര്യഭട്ട. ആര്യക്ക് ഭട്ടായി എന്നല്ല, ആര്യഭട്ട പ്രധാനമായിട്ട് എപ്പോഴാണ് മക്കളെ? ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്, ആദ്യത്തെ പ്രധാനമായി നമ്മളുടെ ഉപഗ്രഹമാണ് അല്ലെ ആര്യഭട്ട. എന്താ അറിയോ? ഏപ്രിൽ 19 1975 ഏപ്രിൽ 1975 പ്രധാനമായി നമ്മൾ എന്ത് പുറത്തുവിടാണ്? ആര്യഭട്ട പുറത്തുവിടാണ്. രണ്ടാമത് നമ്മൾ പഠിക്കാൻ വളരെ സിമ്പിൾ ആണ്. ആലോചിച്ചാൽ മതി. ചന്ദ്രയാൻ 1 2 3. പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതണ്ട? ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3 അങ്ങനെ ഓർമ്മ. പക്ഷെ പഠിക്കുമ്പോൾ നിങ്ങൾ എന്തോ ആലോചിച്ചത്? ചന്ദ്രയാൻ 1 2 3. നമ്മൾ എന്തോ ഓട്ട മത്സരത്തിൽ നിൽക്കുന്നതിന്റെ ആലോചിച്ചാൽ മതി. ചന്ദ്രയാൻ 1 2 3. ക്ലിയർ. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന മംഗളയാനാണ്. മംഗളയാൻ നമ്മൾ പറഞ്ഞയക്കുന്നത് എപ്പോഴാണ് അറിയാം മക്കളെ? 2013. മംഗളയാൻ നമ്മൾ പറഞ്ഞയക്കുന്നത് എപ്പോഴാണ്? 2013. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ സാധിക്കും ആദിത്യ L1. ആദിത്യ L1 പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് സോളാർ റിസർച്ചും സ്പേസ് വെതറിനെയും കുട്ടിയുടെ പഠിക്കാൻ പോയത്. 2 കാര്യത്തെ പറ്റിയിട്ടാണ് ആദിത്യനെ പറഞ്ഞയച്ചത്. ആദിത്യ L1 പറഞ്ഞയച്ചത് 2 കാര്യത്തെ കുറിച്ചിട്ടാണ്. ഒന്ന് സോളാർ റിസർച്ചിനെയും അതുപോലെ തന്നെ എന്താണ് സ്പേസ് വെതറിനെയും കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മനസ്സിലായിട്ടുണ്ടാവല്ലോ. സ്പേസ് വെതറിനെയും കുറിച്ചിട്ടാണ് പ്രധാനമായിട്ട് എന്ത് ചെയ്തത്? ആദിത്യ L1 പറഞ്ഞയച്ചത്. ഈ 3 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് പ്രധാനമായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പം നമുക്ക് ഇനിയും കൂടുതൽ പഠിക്കാനുണ്ട്. കുറച്ച് സമയം കൂടുതൽ നമുക്ക് പഠിച്ചെടുക്കണം. ഓക്കെ, ബൈ.